ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ജയ, അനില്, അമൽ മൈലക്കാട്, സുമ, രമാരാജ്, രുക്മിണി മോഹൻ, ജഗദമ്മ, നിർമ്മല, രമേഷ്, ബിജു, താര, മനോജ്, ഗീതാ നായർ, പ്രമിള, സുനിൽ, പ്രസന്ന, എല്ലാവർക്കും ഭഗവാന്റെ കൃപയും കമൻസ് തന്ന എല്ലാ മക്കളെയും ഭഗവാൻ അർപ്പിക്കുന്നു. ഒരുപാട് മക്കളല്ലാതെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ലോകാസമസ്ത സുഖിനോ ഭവന്ത്. എല്ലാവരെയും ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് പാത്രമായവർ തന്നെയാണ്. പ്രത്യേകിച്ച് ഭക്തമക്കൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. നമുക്ക് ഭഗവാൻ കണ്ണനെ കൊണ്ടൊരു കൊച്ചു നാമം ഞാൻ എഴുത്, അത് ചൊല്ലാം. എന്നിട്ട് ഭാഗവതം വായിക്കാം. ഉണരേ ഉണ്ണി ഉണരേ, മമഗാനം കേട്ടുണരേ. ഉണരേ ഉണ്ണി ഉണരേ, മമഗാനം കേട്ടുണരേ. ചുരുൾമുടി കോതി കെട്ടിവയ്ക്കാം, കുണ്ടലഹാരങ്ങൾ അണിയിക്കാം, പട്ടുടയാടകളിടുവിക്കാം, മമഗാനം കേട്ടുണരേ. ചുരുൾമുടി കോതി കെട്ടിവയ്ക്കാം, കുണ്ടലഹാരങ്ങൾ അണിയിക്കാം, പട്ടുടയാടകളിടുവിക്കാം, മമഗാനം കേട്ടുണരേ. ഉണരേ ഉണ്ണി ഉണരേ, മമഗാനം കേട്ടുണരേ. അരയിൽ കിങ്ങിണി പൊന്നരഞ്ഞാണം, കാലിൽ ചിലമ്പും അണിയിക്കാം. അരയിൽ കിങ്ങിണി പൊന്നരഞ്ഞാണം, കാലിൽ ചിലമ്പും അണിയിക്കാം. കൈകൾ രണ്ടിലും വെണ്ണയും നൽകാം, മമഗാനം കേട്ടുണരേ. അരയിൽ കിങ്ങിണി പൊന്നരഞ്ഞാണം, കാലിൽ ചിലമ്പും അണിയിക്കാം. കൈകൾ രണ്ടിലും വെണ്ണയും നൽകാം, മമഗാനം കേട്ടുണരേ. ഉണരേ ഉണ്ണി ഉണരേ, മമഗാനം കേട്ടുണരേ. ഉണരേ ഉണ്ണി ഉണരേ, മമഗാനം കേട്ടുണരേ. ചുരുൾമുടി കോതി കെട്ടിവയ്ക്കാം, കുണ്ടലഹാരങ്ങൾ അണിയിക്കാം, പട്ടുടയാടകളിടുവിക്കാം, മമഗാനം കേട്ടുണരേ. ഉണരേ ഉണ്ണി ഉണരേ,
മമ ഗാനം കേട്ടുണരേ. ഉണരേ ഉണ്ണി ഉണരേ, മമ ഗാനം കേട്ടുണരേ. നമ്മൾ ഏകാദശ സ്കന്ധം ഭഗവാൻ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. ഉദ്ധവർ ചോദ്യം ചോദിക്കുന്നു, ഭഗവാൻ അതിൻ്റെ ഉത്തരങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്കും അത് കുറേ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഒടുക്കം വായിച്ചു നിർത്തിയത് ഭഗവാൻ ഇങ്ങനെ അദ്ദേഹം ചോദിച്ചു, പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ഭേദം ചോദിച്ചു. അപ്പോൾ പ്രകൃതിക്കാണ് ഭേദമുള്ളത്, അത് മാറ്റപ്പെടുന്നതാണ്, പ്രകൃതി നശിക്കുന്നതാണ്. അതുകൊണ്ട് അത് പുരുഷനാണെങ്കിലോ പരമാത്മാ ചൈതന്യമാണ്, അത് എന്നാലോ രണ്ടും ഏകമാണ്, ഒന്ന് തന്നെയാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അതായത് പ്രകൃതി പുരുഷന്മാർ ഭേദം ചോദിച്ചു, പിന്നെ സകല ഭേദം തോന്നിച്ചിടുന്നു പ്രകൃതിയും. പ്രകൃതിക്കാണ് രൂപങ്ങളുള്ളത്, നമ്മളെല്ലാം അതിലുള്ളതാണ്. എല്ലാം ഇങ്ങനെ ഓരോരോ രീതിയിലാണ്. എന്നാൽ പരമാത്മാവിനാണെങ്കിലോ ഏകമായ അദ്വൈതമായിരിക്കുന്ന ചൈതന്യമാണ് എന്ന് എല്ലാത്തിലും, അതുകൊണ്ട് താനും സർവത്തിലും ആ ചൈതന്യമൂർത്തി എല്ലാ ജീവനിലും അത് കുടികൊള്ളുന്നു. എന്നിട്ട് പിന്നെ ചോദിക്കുന്നത് അത് തന്നെ പ്രകൃതി സകല ചൈതന്യാത്മാ സർവകൻ പുമാനാണ്. സർവത്തിനും ചൈതന്യം കൊടുത്തിരിക്കുന്ന ഭഗവാൻ പുരുഷനാണ്. പ്രകൃതി പുമാൻ രണ്ടും ആണെങ്കിലോ ഏകമാണ് താനും. പ്രകൃതി പുമാൻ രണ്ടും ഏകമെന്ന് അരുൾ ചെയ്തു. അടുത്ത ചോദ്യം ജനന മരണമാം സംസാര ഹേതുക്കളങ്ങ് അറിവാൻ ചോദിച്ചു. അപ്പോൾ ഭഗവാൻ മാധവൻ എന്ത് പറഞ്ഞു? കർമ്മസംയുത മനസ്സ് ഓരോരോ ശരീരത്തിൽ ചെന്ന് വ്യാപിച്ചു, അത് വ്യാപിക്കുന്നതാണ്. അതായത് നമ്മുടെ കർമ്മവാസന പോലെയാണ് വീണ്ടും വീണ്ടും ജനിക്കുന്നത്. അപ്പോൾ ഈ ദേഹം വെടിയുമ്പോൾ അടുത്തൊരു ദേഹം ആ വാസനയ്ക്ക് അനുസരിച്ചാണ്. മുക്തനായില്ലെങ്കിൽ മോക്ഷം പ്രാപിക്കാത്തത്തോളം കാലം നമ്മൾ വാസന കിടക്കും. അല്പമെങ്കിലും വാസന ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ജനിച്ചു വരണം. അതാണ് വ്യാപിക്കുക. മറ്റൊരു ദേഹത്തിലേക്ക് ചെന്ന് അതിലേക്ക് വ്യാപിക്കുന്നതാണ് ജനനം. അതായത് അവരവരുടെ ദേഹം ഒന്ന് വിട്ട് കഴിഞ്ഞാൽ മരണം. അത് വിട്ടിട്ട് വേറൊരു ശരീരത്തിലേക്ക് വ്യാപിക്കാച്ച വേറൊരു അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിനാണ് ജനനം. അതുപോലെ തന്നെയാണ് വീണ്ടും ഈ കർമ്മങ്ങൾ എടുത്തെടുത്ത് അവസാനം ഇല്ലാതിരിക്കും. വീണ്ടും വീണ്ടും ഇങ്ങനെ ആഗ്രഹങ്ങൾ കിടക്കും. അപ്പോൾ വീണ്ടും നമ്മളെ മരണമെന്ന് പറഞ്ഞാൽ ഓർമ്മയില്ലായ്മ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ എവിടെ ജീവിച്ചു എന്നുള്ള ഒരു ഓർമ്മയില്ല. അതുകൊണ്ട് കർമ്മസംയുത മനസ്സ് ഓരോരോ ശരീരത്തിൽ ചെന്ന് വ്യാപിച്ചു വിട്ടിയിടുന്നത് ജനി മൃതി. അപ്പം വ്യാപിക്കുന്നത് വേറൊരു ഉദരത്തിലേക്ക് ചെന്ന് വ്യാപിക്കുന്ന ജനനവും അത് വീണ്ടും വീണ്ടും പോകെ വിട്ടിയിടുന്നത്, വീണ്ടും അടുത്ത ദേഹത്തെ മരിക്കുന്നത്, അതാണ് മൃതി, മരണം. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സ് ഓരോരോ കർമ്മത്തിലേക്ക് വ്യാപിച്ച് കിടക്കുന്ന ആഗ്രഹങ്ങൾ കൂട്ടിച്ചേർന്ന് കിടക്കുന്നത് കൊണ്ടാണ്, വിട്ടു പോകുന്നില്ല. നമ്മുടെ എന്താ പറയുക, മനസ്സിൻ്റെ ആഗ്രഹങ്ങളുടെ അതെല്ലാം ക്ഷയിച്ച് അതിനെല്ലാം മോചനം വന്നല്ലാതെ നമുക്ക് ഈ ജനന മരണങ്ങൾ മാറത്തില്ല. ഉള്ള കാലവും അങ്ങനെ കിടക്കും. പിന്നെ ചോദിച്ചു, പൂർവ്വദേഹത്തിന് തോന്നുന്ന തനിക്കില്ലാതെ അത് മരണോ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പം ഞാൻ മരിച്ചാൽ എൻ്റെ ഈ ദേഹത്തിനെ പറ്റിയോ എവിടെ ഞാൻ താമസിച്ചതോ എൻ്റെ പേരോ ഊരോ ഒന്നും തന്നെ ഓർമ്മയില്ല. അതാണ് മരണം. അതാണ് കേവലം പൂർവ്വദേഹത്തിന് തോന്നൽ തനിക്ക് ഇല്ലാതെയാകും കേവലം മരണവും എന്നത് പറയുക നീ. അപ്പോൾ നമുക്ക് ഇങ്ങനെ മരിച്ചതിനെ പിന്നെ ഒരു ഓർമ്മ എവിടെ എന്താണെന്നൊരു ചിന്തയില്ല. നേരെ പിന്നെയും ഒരു ദേഹം താനെന്ന് കണ്ടു, കാരണം ധരിപ്പതു ജനനം. ഇത് പാർത്താൽ വീണ്ടും വീണ്ടും ഇങ്ങനെയാണ് സംഭവം. എന്നാലോ തങ്ങളുടെ പരമാർത്ഥ ജ്ഞാനത്തിൽ ഇല്ല, നമുക്കൊരു ഓർമ്മയില്ല, നമ്മുടെ ഉള്ളത്തിൽ ഒരു ചിന്തയെ അറിയില്ല എന്ന് അരുൾ ചെയ്തു കേട്ടിട്ട് ഇനി എന്താ അഭിമാനത്തെ നമുക്കിനി കണ്ടു വായിക്കാം. ഞാനത് ഓർത്തില്ല, നമ്മൾ ഇന്നലെ ഇതുവരെയാണ് വായിച്ചുകൊണ്ടത്. നമുക്കിനി അടുത്ത കണ്ടു വായിക്കാം. എന്നരുൾ ചെയ്തു കേട്ടിട്ട് അഭിമാനത്തെ നീക്കാൻ നന്നായിട്ടിരിപ്പത് എന്തെന്ന് അത് ചോദിച്ചപ്പോൾ വീണ്ടും ഉദ്ധവർ ചോദിക്കുന്നു, അഭിമാനത്തെ മാറ്റാൻ എന്താ ഒരു മാർഗം ഭഗവാനെ? അതെന്താ അതിന് പോംവഴി? നമുക്കെല്ലാവർക്കും ഇന്ന് അഭിമാനമാണ് വലുതായിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഒരു കാര്യം ഇപ്പോൾ ഓർത്താൽ, എനിക്കിപ്പോൾ ഒരുപാട് വിശപ്പോ ദാഹമോ ഒക്കെ ഉണ്ട്. എന്നാലും അഭിമാനത്തെ ഓർത്ത് നമ്മൾ അടുത്തുള്ളൊരു വീട്ടിൽ പോയി അല്പം എന്തെങ്കിലും വാങ്ങിച്ച് കുടിക്കാനോ ചോദിക്കാനോ ഒക്കെ ഭയങ്കര അഭിമാനം
അഭിമാനം സമ്മതിക്കത്തില്ല. എന്താ കാരണം? നമ്മളെ മനസ്സ് അങ്ങനെ എല്ലാത്തിലും കിടന്നിങ്ങനെ ഞാനെന്ന ഭാവവും ശരീരമാണ് എങ്ങനെ ചോദിക്കും ഇങ്ങനെയൊക്കെ. ആ അഭിമാനം ആർക്ക് മാറണം? യഥാർത്ഥ മനസ്സ് ഈ ഗുണമയമായിരിക്കുന്ന എല്ലാത്തിലും ചേർന്നിരിക്കുന്ന മനസ്സ് എപ്പോൾ അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കും, മനസ്സിന് ഏകാഗ്രത കിട്ടി ലയം പ്രാപിക്കാൻ പറ്റും ഒരു സന്യാസിക്ക്. അപ്പം ഇങ്ങനെ വരുമ്പോഴേ അപ്പം ആ മനസ്സ് പിന്നെ എന്താണ്? ആത്മാവായി മാറുക. നമ്മുടെ മനസ്സ് തന്നെയാണ് ആത്മാവ്. അപ്പോൾ ഈ മനസ്സ് എപ്പോഴാണ് ഇതിനെല്ലാം വിടുവിക്കുന്നത്? അപ്പോഴാണ് അഭിമാനം മാറും. അതുവരെ ഈ അഭിമാനം കൊണ്ട് നടക്കും. കാരണം മനസ്സാണല്ലോ ഇതിനെല്ലാം കാരണം. എപ്പോഴും മറ്റുള്ളവർ എങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തത് മറ്റുള്ളവർ കണ്ടാലോ കേട്ടാലോ, ഞാനിത് പറഞ്ഞാൽ മറ്റുള്ളവർ കേട്ടാലോ, അല്ലെങ്കിൽ നാമം ചൊല്ലിയാൽ ഇത് വല്ലവരും കേട്ടാലോ, ഇതൊക്കെ നാണക്കേടല്ലേ? ഇങ്ങനെയുള്ള ഓരോ അഭിമാനങ്ങൾ. അതേസമയം മനസ്സ് പരമാത്മാവിൽ ലയിച്ചു കഴിയുമ്പോൾ ആ മനസ്സ് പരമാത്മാവിൽ മാറി ലയം പ്രാപിച്ചാലോ, ചോദിക്കുന്നയാളും പിന്നെ കൊടുക്കുന്നയാളും ഏകമായി ഒന്നായി അദ്വൈതമായി കാണുന്ന ഒരു വ്യക്തിയാണ് സന്യാസിമാർ. എല്ലാത്തിൽ നിന്നും വിടുതൽ അവർക്ക് യാതൊരു അഭിമാനവും ഇല്ല. ഇപ്പം എനിക്കിപ്പോൾ എപ്പോൾ എന്തെങ്കിലും ദാഹമോ വിശപ്പോ എനിക്കൊന്നും ചെയ്യാൻ വയ്യാതെ അങ്ങനെ ഇരുന്ന് പോയാൽ ശല്യത്തിനും പോവില്ല, ബുദ്ധി മുട്ടിക്കത്തില്ല. നിവർത്തി നമുക്ക് അഭിമാനം മറ്റുള്ളവരെ ഉപദ്രവിക്കരുന്നൊരു ഇത് വേണമല്ലോ. എങ്കിലും നമുക്ക് എന്തെങ്കിലും ആവശ്യമെന്ന് കണ്ടാൽ ചോദിക്കുന്നതിനോ എടുക്കുന്നതിനോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അതിന് യാതൊരു അഭിമാനവും. ഞാനിവിടെ അങ്ങനെ കഴിയുന്നത്. ഞങ്ങൾക്ക് അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ എത്രയും അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഒരു ഉപകാരം പോലെ ഒന്നും ചോദിക്കാനെടുക്കാൻ യാതൊരു അഭിമാനവും നാണക്കേടും ഇല്ല. അപ്പം എന്താ പറയുക, അത് എന്തുകൊണ്ടാണ്? ആ മനസ്സ് പരമാത്മ ലയിക്കുന്നതുകൊണ്ട് അവിടെ നാണക്കേടിൻ്റെ ആവശ്യമില്ല. എല്ലാവരും തുല്യക്കാരാണെന്നുള്ള മനോഭാവം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഞാനും മറ്റതും അന്യതല്ല, എല്ലാം നാം തന്നെയാണെന്ന് എപ്പോൾ ഉൾക്കൊള്ളാൻ ആ മനസ്സ് പാകപ്പെടും. അതുവരെ അത് എഴുതാത്തൊരു കഥ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാനോട് ചോദിക്കുന്ന സംസാര അഭിമാനങ്ങൾ എവിടം വരെ ആയി? എന്നരുൾ ചെയ്തു കേട്ടിട്ട് അഭിമാനത്തെ നീക്കാൻ നന്നായിട്ടിരിപ്പത് എന്തെന്നത് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, സംസാരത്തിൻ്റെ പരമാർത്ഥ ചിന്തനം കൊണ്ട് സംസാര അഭിമാനങ്ങൾ കളയാം എന്നതിനു സംസാര വിവേകാർത്ഥമാകിയ ഭിക്ഷുഗീത കംസാരിതാനും അരുൾ ചെയ്തു വഴി പോലെ. അങ്ങനെ ഭഗവാൻ അതിന് വേണ്ടതൊരു ഭിക്ഷുഗീത, അത് നമുക്ക് കുറച്ച് പേപ്പർ കഴിഞ്ഞിട്ട് വായിക്കാറുണ്ട്. അന്നേരം നമ്മൾ ഓർത്തിരിക്കണം. ഇതിൻ്റെ ചോദ്യങ്ങളെല്ലാം ഉത്തരങ്ങൾ അങ്ങോട്ട് വായിച്ച് പോകുമ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം ഇടയ്ക്ക് അത് വായിക്കും, പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്കി ആർക്കും ഓർമ്മ ഇത് മുടങ്ങാതെ ഇങ്ങനെ വായിച്ച് പോകുന്നവർക്ക് പാടുപെടും. അതുകൊണ്ട് നമുക്കത് ഇങ്ങനെ പോകുമ്പോൾ അത് വായിക്കണം. അന്നേരം ഞാൻ പറയാം ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. ഈ 21 ചോദ്യത്തിലുള്ളതാണ്. ഇതെല്ലാം ചോദ്യങ്ങൾ ഇങ്ങനെ പോകുന്നു, കൊച്ചു കൊച്ചു ഉത്തരങ്ങളൊക്കെ ഇത് കൊടുക്കുന്നു. ഒത്തിരി കൂടുതലുള്ളതെല്ലാം ഇടയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇതിൽ വരും. അപ്പോൾ ഭഗവാൻ കംസൻ്റെ ശത്രു ആയിരിക്കുന്ന ആരാ? കൃഷ്ണൻ ഭഗവാൻ വഴിപോലെ പറഞ്ഞു കൊടുക്കുന്നു. സംസാരാദികൾ ഗുണമയമായി തോന്നും എന്ന് കംസവൈരിയും സാഖ്യം കൊണ്ട് അവിടത്തിൽ നന്നായി. ഈ സാഖ്യം എന്നുള്ള സാഖ്യയോഗം, ഭഗവത്ഗീത, അതൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഭഗവാൻ നന്നായി മനസ്സിലായി കൊടുക്കുന്നുണ്ട് ഭിക്ഷുഗീതയിൽ കൂടി. അത് നമുക്ക് വായിക്കാം. അപ്പോൾ സംസാരത്തിൻ്റെ പരമാർത്ഥ ചിന്തനം കൊണ്ട് സംസാര അഭിമാനങ്ങൾ കളയാം എന്നതിന് സംസാര വിവേകാർത്ഥമാകിയ ഭിക്ഷുഗീത. ഇത് ഇവിടെ വിവേകം വർദ്ധിക്കുന്ന ഒരു ഭിക്ഷുഗീതയാണ് അവിടെ കൊടുത്തേക്കുന്നത്. അത് നമുക്ക് വായിക്കാം. കംസാരിതാനും അരുൾ ചെയ്തതു വഴി പോലെ. ഭഗവാൻ അങ്ങനെ ഉദ്ധവർക്ക് അത് വഴി പോലെ. കംസാരി എന്ന് വെച്ചാൽ ഭഗവാനെ കൃഷ്ണനെയാണ് അങ്ങനെ വിളിക്കുന്നത്. കംസൻ്റെ ശത്രുവാണല്ലോ ഭഗവാൻ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, പേര് അങ്ങനെ വിളിക്കുന്നത് കൃഷ്ണനെ. സംസാരാദികൾ ഗുണമയമായി തോന്നുമെന്ന് കംസവൈരിയും സാഖ്യം കൊണ്ട് അവിടത്തിൽ നന്നായി മായയാം ഗുണവൃത്തി അരുളി ചെയ്തു. ഗുണമയമാം വിഷയത്തിൽ ചേരാതെ ഗുണമായ വിഷയം വിട്ടിടുകിൽ മായാഹീനനായി പിന്നെ പുരുഷാർത്ഥത്തെ സാധ്യം. അപ്പോൾ നമ്മൾ പുരുഷാർത്ഥം സാധ്യം എന്ത് വേണം? ഈ സംസാരാദികൾ ഗുണമയമായി തോന്നുമെന്ന്. ഈ ലോകമാണ് സംസാരം. അതിലെന്താ ഗുണം? എല്ലാ ത്രിഗുണങ്ങളുണ്ടല്ലോ, രജസ്, തമസ്, പിന്നെ സത്വം. ഇത് തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം. ഇതിലെല്ലാം നമ്മൾ ഒട്ടി ഗുണമയമായി ചേർന്നിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ കംസവൈരി സാഖ്യം കൊണ്ട് അവിടെ നന്നായി പറഞ്ഞു കൊടുക്കുന്നു. മായയാ ഗുണവൃത്തി. ഈ ഗുണം എന്താണ്? മായയ്ക്കാണുള്ളത്. അപ്പോൾ
ഈ ലോകം പ്രപഞ്ചം മായയാണ്, അതിൽ ഗുണവൃത്തി അരുളി ചെയ്തു. എങ്ങനെയാ? ഗുണമയമാം വിഷയത്തെ ചേരാതെ. സത്വഗുണമായാലും രജോ ഗുണമായാലും തമോ ഗുണം, ഇത് ഓരോരോ രീതിയിലാണ്. ഈ ഗുണങ്ങളെല്ലാം പല രീതിയാണ്. തമോ ഗുണം അല്ല രജോ ഗുണം, രജോ ഗുണം അല്ല സത്വഗുണം. ഇത് മൂന്ന് അവസ്ഥയാണ്. അതിൽ ഇത് ഈ ലോകത്തിലെ വിഷയങ്ങളാണ്. അതിൽ ചേരാതിരിക്കണം, ഒട്ടാതിരിക്കണം, എല്ലാം അതീതനാകണം. അപ്പോൾ അങ്ങനൊരു ഭക്തനെ അങ്ങനെ മാറാൻ പറ്റും. അതുകൊണ്ട് ഈ ഗുണമയമാം വിഷയത്തിൽ ചേരാതെ. അപ്പം നമുക്കിവിടെ എന്തും ചെയ്യുമ്പോൾ നമ്മളെ മനസ്സ് അതിൽ ഒട്ടിപ്പോകരുത്, അതിൽ നിന്നെല്ലാം സംഘമാവാൻ പാടില്ല. അതില്ലാതെ ചേരാതെ ഗുണമായ വിഷയം വിട്ടിടുകിൽ. അപ്പം നമ്മൾ ഈ ഗുണത്തിൽ നിന്നെല്ലാം വിഷയം വിട്ടു മാറണം. രജോ ഗുണവും വേണ്ട, തമോ ഗുണവും വേണ്ട, എല്ലാത്തിനും അതീതനായിരിക്കുമ്പോൾ പിന്നെ അവിടെ ഒട്ടലില്ലാതെ വരും. അതാണ് പരമാത്മാവിൻ്റെ അവസ്ഥ. പരമാത്മാവിന് ഭഗവാൻ കൃഷ്ണൻ രൂപമെടുത്തത് കൊണ്ട് ഇവിടെ ഓരോരോ കാര്യങ്ങൾ നിറവേറ്റാൻ വന്നില്ലെങ്കിൽ ആ പരബ്രഹ്മത്തിന് യാതൊരു ഗുണവുമില്ല, സത്വവുമില്ല, രജോ ഗുണവുമില്ല, തമവും ഇല്ല. എല്ലാത്തിനും അതീതനായിരിക്കുന്ന പരബ്രഹ്മം നമ്മളും അതുപോലെ ആകണം. ഒന്നിലും ചേരണ്ട, ഒട്ടണ്ട, ഒരു ഗുണവും ഇല്ലാത്ത ഒരു നിർഗുണ ബ്രഹ്മമായി മാറണം നമ്മളും. അപ്പോൾ വിഷയത്തിൽ ചേരാതെ, വിഷയം എന്ന് വെച്ചാൽ ഈ ലോക ജീവിതം എല്ലാവർക്കും എനിക്കിന്ന് തമോ ഗുണമാണെങ്കിലും വേറൊക്കെ രജോ ഗുണമായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരുത്തിന് സത്വഗുണമായിരിക്കും. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഗുണത്തിൽ നമുക്ക് ഒട്ടാതെ ചേരാതെ ഗുണമായ വിഷയം വിട്ടിടുകിൽ, ആ വിഷയത്തിൽ നിന്നെല്ലാം വിട്ടിടുകിൽ മായാഹീനനായി, മായ ഇല്ലാതെ നമുക്ക് ഇവിടെ എന്താ നമുക്ക് ഇങ്ങനെ ആയിപ്പോണത്? നമ്മൾ ഈ മായയിൽ ഒട്ടി സംഘപ്പെട്ട് കിടക്കുവാണ്. ഇതെല്ലാം മുക്തനാകുമ്പോൾ എന്ത് വരും? മായാഹീനനായി വിട്ടിടുകിൽ, വിഷയം വിടണം. ഇവിടെയുള്ള ജീവിതത്തിൻ്റെ വിഷയങ്ങളെല്ലാം ചെയ്യേണ്ടെന്നല്ല, സർവ്വതും കണ്ടും കേട്ടും ചെയ്തും ജീവിച്ച് തന്നെ പോകും. പക്ഷേ ഇതിലൊന്നും ഭ്രമിച്ച് ഈ നശിക്കുന്ന ഈ നശ്വരമായിരുന്ന ഈ ലോകത്തിലെ ഒന്നിനെ ഒട്ടിപ്പിടിക്കാതെ സംഘം ചേരാതെ എല്ലാം പരമാത്മാവാണെന്ന് കണ്ടുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഭഗവാൻ അർപ്പിച്ചും ചെയ്ത് എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇത് വിട്ടു നിൽക്കും. അങ്ങനെ വിട്ടിടുകിൽ എന്തുവരും? മായ നമ്മളെ ഒന്നും ചെയ്യത്തില്ല. മായയിൽ നിന്നല്ല നമ്മൾ വിരമിച്ച് മാറി നമുക്ക് മായ ഇല്ലാത്തൊരവസ്ഥയാകും. ആ മായാഹീനനായി, മായ ഇല്ലാതെ എന്ത് വരും? പിന്നെ പുരുഷാർത്ഥം സാധ്യം. അതാണ് പുരുഷാർത്ഥം. ആ പുരുഷാർത്ഥം സാധിക്കാനാണ് നമ്മളിവിടെ ജനിച്ച് മനുഷ്യനായിട്ട് വന്നേക്കുന്നത്. ഇതാണ് സഫലം. നമുക്കിത് ഫലം വേണമെങ്കിൽ നമ്മളിങ്ങനെ ആയി തീർന്നേ പറ്റൂ. അങ്ങനെ പുരുഷാർത്ഥത്തെ സാധ്യം ഇല്ല സംശയമെന്ന്, ഒരു സംശയവും അതിനില്ല. നമ്മളെ മനസ്സ് ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം ചേരാതെ ഒട്ടാതെ മാറ്റി കളഞ്ഞാൽ മാത്രം മതി. അതിന് ഐളൻ തൻ്റെ കഥയും അരുളി ചെയ്തു. ഐളൻ എന്ന് പറഞ്ഞ ഒരു കഥ ഭഗവാൻ ഇതിലൂടെ പറയുന്നുണ്ട്. പിന്നെയും ഭഗവത് പൂജാവിധി ചോദിച്ചിതു. അടുത്ത ചോദ്യം. നമുക്ക് ഈ കഥകളൊക്കെ ഇതിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നമുക്ക് വായിക്കാം. അങ്ങനെ ഭഗവാൻ പിന്നെ ഉദ്ധവർ എന്ത് ചോദിച്ചു? പിന്നെ ഇദ്ദേഹം ഈ 21 ചോദ്യം ചോദിക്കുന്ന അദ്ദേഹത്തിന് ഭഗവാൻ പറഞ്ഞത്, മായ മാറിയ ബോധത്തോട് ഇവിടെ സഞ്ചരിക്കൂ, ഭഗവാനോടൊക്കെ എനിക്കും വരണം, എന്നെ കൂടെ കൊണ്ടുപോകണം. ഭഗവാൻ യാത്ര അടുത്ത സ്വർഗാരോഹണത്തിൻ്റെ എല്ലാം ആയപ്പോഴത്തേക്ക് ഉദ്ധവർക്ക് എന്നെ കൂടി ഭഗവാൻ ലോകത്തേക്ക് എഴുന്നള്ളുക എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇവിടെ മായ മാറി ജീവിക്കൂ, മായ ഇല്ലാത്ത രീതിയിൽ ഇവിടെ കഴിഞ്ഞ് സഞ്ചരിക്കൂ, ഒരുപാട് നേടിയെടുക്കാനുണ്ട്. എല്ലാം നമ്മുടെ ഉള്ളത്തിൽ വന്നു കഴിഞ്ഞല്ലേ അങ്ങോട്ട് എത്തപ്പെടാൻ പറ്റൂ. അതിൻ്റെ എല്ലാം ജയിച്ച് വരണ്ടേ? അതിന് ഓരോരോ എന്തായി വരണം, ഞാൻ എങ്ങനെ ജീവിക്കണം, എനിക്ക് എങ്ങനെ എൻ്റെ ഈ ലോകമായിരിക്കുന്ന മായയിൽപ്പെട്ട് ഉഴലാതെ എങ്ങനെ കഴിയണം, അതിനു വേണ്ടിയുള്ള ചോദ്യോത്തരങ്ങളാണ്. ഒരു ഗുരുവായി നിന്ന് ഭഗവാൻ ഗുരുവാണെന്ന് നമ്മൾ പറഞ്ഞത്. ഈ കൃഷ്ണൻ അവതരിച്ചത് ഈ ഉപദേശങ്ങൾ തരാനാ. ഇവിടെ ആര് അവതരിച്ചിട്ടുണ്ടെങ്കിലും മഹാത്മാക്കളായ ഈ പൂർണ്ണനായിരിക്കുന്ന ഈ ഭഗവാൻ പരമാത്മാവായ കൃഷ്ണൻ എല്ലാം നമുക്ക് വേദം ഓതി നമ്മളെ പഠിപ്പിച്ച് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ പോയുള്ളൂ. അപ്പം നമ്മളിത് നേടാതിരുന്നാൽ എങ്ങനെയാ? അതുകൊണ്ട് എന്താ പറയുക, ഭഗവത് പൂജാവിധി ചോദിച്ചു അതിന് എങ്ങനെയാണെന്ന്. അപ്പോൾ നന്നായി പൂജാവിധി സ്ഥാനങ്ങൾ അരുളി ചെയ്തു. അതൊക്കെ പൂജ പഠിച്ചവർക്ക് അറിയാം. പല രീതിയിൽ അതൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. നമുക്ക് അതിനെപ്പറ്റി പഠിക്കേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഇതിലൊക്കെ പറയുന്നുണ്ട്. അത് ചില ഭാഗങ്ങൾ വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ അടുത്തത്, ആർക്ക് സംസാരം ആത്മാ തനിക്കോ ദേഹത്തിനോ? അപ്പോൾ ആർക്കാണ് ഈ സംസാരം? ആത്മാവിനാണോ, തനിക്കാണോ, അതോ ദേഹത്തിനാണോ? കേൾക്കണമെന്ന് ചോദിച്ചായതിന് അരുൾ ചെയ്തു. എന്താ ഭഗവാൻ അതിന് പറഞ്ഞത്?
ആത്മാവും ദേഹം തമ്മിൽ സംബന്ധം സംസാരമെന്നാത്മാവാം കൃഷ്ണൻ അരുൾ ചെയ്ത് അതു കേട്ട ശേഷം. അപ്പോൾ ആത്മാവിനാണോ ദേഹത്തിനാണോ പിന്നെ ആർക്കാണ് സംസാരം? ആത്മാ. ഈ സംസാരം എന്ന് പറഞ്ഞത് ഈ ലോകം അത് ആത്മാവിനാണോ തനിക്കാണോ അതോ ദേഹത്തിനാണോ? നമ്മളിൽ ഇതെല്ലാം ഉണ്ടല്ലോ, ആത്മാവുണ്ട്, അല്ലാത്തൊരു താനുണ്ട്, ദേഹമുണ്ട്. ഇതിനാർക്കാണ് ഈ സംസാരം എന്ന് ചോദിച്ചപ്പോൾ അതിന് കേൾക്കണമെന്ന് ചോദിച്ചതിന് അരുൾ ചെയ്തെന്താ പറഞ്ഞ്? ആത്മാവും ദേഹം തമ്മിൽ സംബന്ധം സംസാരമെൻ ആത്മാവാ കൃഷ്ണൻ അരുൾ ചെയ്തതു കേട്ട നേരം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു ആത്മാവും ദേഹം തമ്മിലുള്ള സംബന്ധം. ഇപ്പം നമുക്കത് ചിന്തിച്ചാൽ എനിക്ക് അങ്ങനെ അതിനെപ്പറ്റി എന്താണെന്നൊരു പിടിയില്ല. എങ്കിലും എൻ്റെ ഒരു ഊഹം ഞാൻ പറയാം. നമുക്കുള്ള ദേഹത്തിൽ പരമാത്മാവ്, അതായത് മനസ്സാകുന്ന ഈ മനസ്സിൽ നിന്ന് ഇതെല്ലാം വിട്ടൊഴിയുമ്പോൾ ഒരു ആത്മാവാണ് ഈ മാറും. അത് മനസ്സിൻ്റെ അടക്കം വരുമ്പോൾ നമ്മുടെ മനസ്സ് ഈ ഗുണങ്ങളിലേക്ക്, ഈ ലോകത്തിലേക്ക് പ്രവേശിച്ച് ഈ ലോകത്തിലേക്കുള്ള കാമം കിടക്കുന്നു. എപ്പം നമ്മൾ ആഗ്രഹങ്ങൾ ഒടുങ്ങുമ്പോൾ മനസ്സ് എന്തായി വരും? ആത്മാവായി മാറുക. മനസ്സിനെ യഥാർത്ഥമായ ആഗ്രഹങ്ങൾ എപ്പോൾ ഒഴിഞ്ഞു മാറുന്ന അപ്പോഴാണ് ആ മനസ്സ് തന്നെയാണ് പരമാത്മാവ് ലയം പ്രാപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ആത്മാവും ദേഹം തമ്മിൽ സംബന്ധം സംസാരം എന്ന് ആത്മാവാ കൃഷ്ണൻ അരുളി ചെയ്ത ശേഷം ഭഗവാൻ അത് പറഞ്ഞു കൊടുത്ത അതിൻ്റെ വ്യക്തമായിട്ട് എന്താണെന്ന്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുത്ത എന്താണെന്ന് എനിക്ക് അതിനെപ്പറ്റി അറിയാൻ വയ്യ. അപ്പോൾ ഇതിനെന്തായാലും മറുപടി പറയണമെന്ന് എനിക്ക് ഒത്തോണൊന്നും വരുന്നില്ല. നമുക്ക് ചിന്തിക്കേണ്ടത് എന്താ? നമ്മുടെ ദേഹത്തിനല്ലയോ ഈ സംസാരമുള്ളത്? ഈ പുറമേ ഉള്ളതെല്ലാം ദേഹത്തിന് വേണ്ടി ഉള്ളതല്ലേ? അത് നമുക്ക് മനസ്സുകൊണ്ട് യുക്തിയുള്ള ചിന്തിച്ചെടുക്കാം, അത്രേ പറ്റൂ. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ശരീരത്തിന് വേണ്ടിയുള്ളതാണ് ഈ ലോകം, പ്രപഞ്ചം, പ്രകൃതി. അപ്പോൾ ദേഹത്തിന് വേണ്ടിയുള്ളതല്ലേ? പരമാത്മാവ് ഉള്ളത്തിൽ വസിക്കുന്നത് അതെന്താണ്? അതിന് സംസാരമായിട്ട് യാതൊരു ബന്ധമില്ല. ഭഗവാനായിട്ടാണ്, പരമാത്മാവായിട്ടുള്ള ബന്ധം. അപ്പോൾ ആത്മബന്ധം ഈശ്വരനായിട്ടുള്ളതാണ്. അപ്പം ഈ ലോകം, ഈ സംസാരം ദേഹത്തിന് വേണ്ടിയുള്ളതാണ്. ഇവിടെ പ്രകൃതിയിൽ വാസന കിടക്കുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും ജനിക്കുന്നു, കർമ്മത്തിൻ്റെ വാസന കൊണ്ട് ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, മുക്തനായി പോകുന്നതുവരെ ഇത് തന്നെ. അപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം നമ്മുടെ ദേഹത്തിനാണെന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം. എനിക്കല്ലാതെ ഇതിനെന്താ മറുപടി പറയാനെന്ന് അറിയില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് അടുത്ത ചോദ്യം, മാനസജയത്തിന് ആശ്രയമായി സർവോത്തമമായിരിക്കുന്ന ഭക്തിയോഗത്തെ ചോദിച്ചതു. അപ്പം മനസ്സിനെ ജയിക്കാൻ, ഈ മനസ്സിനെ വധിക്കാൻ അല്ലെങ്കിൽ ജയിക്കാൻ ഭക്തിയോഗം. അപ്പം യഥാർത്ഥത്തിൽ നമുക്കൊക്കെ എന്താ വേണ്ട? ഒരു ഭക്തിയോഗം. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം. മാനസജയത്തിന്, മനസ്സിനെ ജയിക്കാൻ, അത് മനസ്സിനെ അടക്കാൻ, എങ്കിലല്ലേ നമുക്ക് മനസ്സിനെ വധിച്ച് നിർത്തിയെങ്കിലല്ലേ പരമാത്മാവായിട്ട് ലയിക്കാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ ഭക്തിയോഗത്തിന് ഒരു എന്താ പറയുക, അതിനൊരു ഫലം ഉണ്ടാവുള്ളൂ. വെറുതെ ഭക്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും വിചാരിക്കുന്നത് ഞാനും ഭക്തിയോട് തന്നെ പ്രാർത്ഥിക്കുന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ യഥാർത്ഥം അവർ മനസ്സിലാക്കുന്നില്ല. എല്ലാവരുടെയും കാര്യമല്ല, കുറച്ച് പേർക്ക് അറിയത്തില്ല. എല്ലാവരും വിചാരിക്കുന്ന സന്ധ്യാസമയത്ത് ഒരുപാട് നേരം ഭഗവാന്റെ അടുക്ക് വിളക്കൊക്കെ കത്തിച്ച് മുമ്പിലിരുന്ന് ഭഗവാനോട് ചേർന്ന് നിന്ന് ഒരേ നാമങ്ങളൊക്കെ ചൊല്ലി വരുമ്പം ഭക്തി വർദ്ധിക്കാൻ നല്ലതാണ്. പക്ഷേ ഈ ലോകത്തുള്ള ചിന്തകളൊക്കെ അടങ്ങണ്ടേ, ഈ ആഗ്രഹങ്ങളൊക്കെ അടങ്ങണ്ടേ, എന്നിട്ട് വേണ്ടേ ഇതെല്ലാം ഒത്തുവരണ്ടേ? അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, മാനസജയത്തിന് ആശ്രയമായി. എന്താണ് ആശ്രയം? സർവോത്തമമായിരിക്കുന്ന ഭക്തിയോഗത്തെ ചോദിച്ചു. അപ്പോൾ സർവത്തിനും ഉത്തമമായിരിക്കുന്ന ഭക്തിയോഗത്തെ ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്താ പറയുക, ഇത്രയും നമുക്ക് മനസ്സിലാകുമ്പോൾ എന്ന് വെച്ചാൽ ഇത്രയും നാൾ നമ്മൾ വായിച്ചതിൽ ഇടയ്ക്കൊക്കെ ഇതുണ്ട്. പക്ഷെ ആരും അങ്ങോട്ടത് ശ്രദ്ധിക്കത്തില്ല. അത്രയ്ക്ക് അറിവുള്ളവർക്ക് ഇത് അറിയാം. അല്ലാത്തവർ വിചാരിക്കുന്നത് എല്ലാവരും എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, പ്രവൃത്തി എങ്ങനെയാണെന്ന് അവർ ചിന്തിക്കാതെ തന്നെയായിരിക്കും. എന്നാൽ ഒരുപാട് പേർക്കറിയാം. ഞാൻ ഇതിനിടയ്ക്ക് വെച്ച് കുറേ പേര് വിളിച്ചവർക്കെല്ലാം ഓരോരുത്തർക്കും ചോദിക്കുമ്പോൾ ഇതൊക്കെ അവരും ചെയ്യുന്നവരാണ്. എന്നാൽ അതിൽ ഇടയ്ക്കിടയ്ക്ക് ചിലർക്ക് ഇല്ലാതെയും വരാമല്ലോ, അവർക്ക് വേണ്ടി പറയുന്നതാണ്, അല്ലാത്തവർക്കല്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇദ്ദേഹം ചോദിക്കുന്നു, എന്താണ് ഒരു ആശ്രയം? ഈ ഭക്തിയോഗം അതിൽ മനസ്സിനെ ജയിച്ചെങ്കിലല്ലേ ഭക്തി കൊണ്ട് അർത്ഥമുള്ളൂ. മനസ്സിനെ ജയിക്കാതെ എല്ലാത്തിൻ്റെയും പുറകെ, ആഗ്രഹങ്ങളുടെ പുറകെ പോയിട്ട് വൈകുന്നേരം ആഗ്രഹങ്ങളുടെ പുറകെ പോയിക്കൊണ്ട് സന്ധ്യയാകുമ്പോൾ വന്ന് ഭഗവാന്റെ മുമ്പിൽ അല്പനേരം ആരാധിച്ചാൽ എന്ത് കിട്ടാനാ? നമ്മൾ ഇതിനെ വധിക്കണ്ടേ?
ഈ ലോകത്തിലേക്കുള്ള അത് ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു ആഗ്രഹങ്ങളുടെയും പുറകെ പോയാൽ ഭക്തി യോഗം കൊണ്ട് നമ്മൾ യോഗം ചേരണ്ടേ, ഭഗവാനിൽ ചേരണ്ടേ, അതിൽ യോഗം ഭക്തി കൊണ്ട് ഈശ്വരനിൽ ചേർന്ന് ലയിക്കുമ്പോഴാണ് യോഗമാകുന്നത്. ലയം പ്രാപിക്കണം. അതിന് എന്താ വേണ്ടേ? ഭഗവാൻ പറഞ്ഞു, സർവഭൂതങ്ങളെയും ഈശ്വരാത്മകമായിട്ട് ഔപാസിപ്പത് ഭക്തി യോഗമെന്നരുൾ ചെയ്തു. അപ്പോൾ എന്താണ് ഔപാസിപ്പത്? സർവഭൂതങ്ങളെയും, അതായത് ബ്രഹ്മാവ് തൊട്ട് ഇങ്ങനെ അറ്റം എന്തൊക്കെ കീടങ്ങളുണ്ടോ അവിടം വരെ എന്താ ഭൂതങ്ങൾ സർവത്തിനെയും ഈശ്വരാത്മകമായിട്ട് ആരാധിക്കണം. അതെല്ലാവരും ചെയ്യുന്നുണ്ടോ? അതോ നമ്മൾ സന്ധ്യയാകുമ്പം ഇതൊന്നും അറിയാതെ ഭഗവാന്റെ മുമ്പിൽ കുറച്ച് ആഗ്രഹങ്ങളുടെ പുറകെ ഇരിക്കും. എന്താണ് ആഗ്രഹങ്ങൾ ഇങ്ങനെ ഇരിക്കും? ഭഗവാനെ നാമവും ചൊല്ലും, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കണേ, മനസ്സ് ഇവിടെ ഇരിക്കും, ഈ ലോകത്തിലേക്കിരിക്കും. അല്ലാതെ സർവത്തിനെയും ഏകമായി സർവഭൂതത്തിലും പരബ്രഹ്മമാണെന്നുള്ള അറിവോടുകൂടി ഇരുന്ന് ഈശ്വരനെ ആരാധിക്കുന്ന എത്ര പേരുണ്ട്? അത് നമ്മളെല്ലാവരും ചിന്തിക്കുക. എല്ലാവരും പറയും എനിക്ക് അത് കിട്ടിയില്ല, എനിക്ക് നേടിയില്ല, ഇത് ഇത്ര നാളുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് എന്നിട്ട് ഒരു ഫലവുമില്ല എന്നൊരുപാട് പേർക്കുള്ള മനസ്സിൽ തന്നെ ഇപ്പം തന്നെ കാണും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇത് നമ്മൾ മനസ്സിലാക്കാതെ ചെയ്യുന്നതുകൊണ്ടാണ്. സർവഭൂതങ്ങളെയും നാമായി തന്നെ കാണാം. നമ്മിൽ എന്താ ഉള്ളത്? നമ്മൾ പരബ്രഹ്മമാണ്. ആ എന്നിലൊരു പരബ്രഹ്മം ഉണ്ടെങ്കിൽ അവരവരിൽ അതുണ്ടെങ്കിൽ അത് സർവത്തിലും ഉണ്ട്. അപ്പോൾ ആ സർവം എന്താണ്? ഈശ്വരനാണെന്ന് നമ്മൾ എങ്ങനെ അത്രത്തോളം സ്നേഹം അപ്പോൾ നമുക്ക് ഉണ്ടാവും. ഞാൻ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെങ്കിൽ മറ്റൊന്നിനെ സ്നേഹിക്കാൻ കഴിയും. ആ ഒരു ഹൃദയത്തിൻ്റെ ഒരു തുറവി. അപ്പോൾ അത് സർവഭൂതങ്ങളെയും ഈശ്വരാത്മകമായിട്ട് ഔപാസിപ്പത് ധ്യാനിക്കണം, അങ്ങനെ ആരാധിക്കണം. എല്ലാ ജീവജാലങ്ങളെയും കാണുമ്പോൾ അത് പരബ്രഹ്മമാണെന്ന് ആർക്കുള്ള ഉള്ളിനകത്തേക്ക് ഇഴിഞ്ഞിറങ്ങും. അവരുടെ ദുഃഖം, അവരുടെ സുഖം, ഇതൊക്കെ നമുക്ക് എങ്ങനെ അനുഭവിക്കാൻ പറ്റും? നമുക്ക് അവരുടെ കണ്ണാടിയായി മാറും. നാം തന്നെ അതിനെ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ കാണുക. ഒരു വൃക്ഷത്തിനെ കാണുമ്പോൾ ഞാനായി കാണുക. എന്നെ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി എന്നെ എങ്ങനെ കാണാം? അതുപോലെ തന്നെയാണ് അതിലും ഇതിലും ഏകമായ അദ്വൈതമായിരിക്കുന്ന പരബ്രഹ്മമാണെന്ന് അറിഞ്ഞാൽ അതും ഇതും ഒന്നല്ലേ? അങ്ങനെ കണ്ടും കൊണ്ട് അതാണ് ഭക്തി യോഗം എന്നരുൾ ചെയ്തു. അപ്പം നമുക്കിതുണ്ടോ എന്ന് ഞാൻ ആരോട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വിഷയങ്ങൾ ഓരോരുത്തർ എന്നെ വിളിച്ച സമയത്ത് ഞാൻ പറയുമായിരുന്നു, ഞങ്ങൾ നന്നായി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ്. ഞാനത് എന്താ സഹസ്രനാമം ചൊല്ലുന്നു, പിന്നെ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ച് കാര്യമൊക്കെ ശരി, എല്ലാം ശരി, എന്തിനു വേണ്ടിയാണ് ചൊല്ലുന്നത്? അത് നമുക്ക് സുഖം കിട്ടണേന്ന്, പിന്നെ ഓരോ വിഷമങ്ങൾ ദുരിതങ്ങളൊക്കെ മാറണമെന്ന്. അപ്പോഴേ മനസ്സിലാക്കുക ആഗ്രഹങ്ങളല്ലേ അതെല്ലാം, എല്ലാ ആഗ്രഹങ്ങളല്ലേ. ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് ദേവിയാണോ ചിന്തിക്കുന്നത്? മനസ്സിലെ നമുക്ക് എന്തൊക്കെയാണ് ദുഃഖ ദുരിതങ്ങൾ അത് നീങ്ങണേ. അപ്പം മനസ്സ് എവിടെ പോയി? ഈ ലോകത്തിലേക്ക്, ഈ ചിന്തകളായിരിക്കുന്ന അതാ ചിന്ത. ഈ ചിന്തകളെ ഒഴിച്ചു മാറ്റിയിട്ട് അമ്മയെ തന്നെ അങ്ങോട്ട് ഹൃദയം നിറച്ചങ്ങ് ഇരുത്തു. ആ കുണ്ടലിനി ശക്തിയാകുന്ന ജീവശക്തി, ചൈതന്യമൂർത്തിയായിരിക്കുന്ന പരമാത്മാവും ആ മാതാവും പിതാവും ഒന്നായി കണ്ടുകൊണ്ട് നമ്മളെ ലയം പ്രാപിക്കാൻ ശ്രമിക്കുക. ഈ പുറമേയുള്ള ആഗ്രഹങ്ങളെല്ലാം വിട്ട് മാറ്റി വെച്ചിട്ട് ഭക്തി എടുക്കുക. നല്ല ഭക്തി യോഗമായി മാറുള്ളൂ. അല്ലെ ഭക്തിയല്ലേ ആവുള്ളൂ, യോഗമാവില്ലല്ലോ. യോഗ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും മറ്റ് കാര്യങ്ങൾ എല്ലാത്തിൽ നിന്നെല്ലാം വിടുതൽ മനസ്സും ഇന്ദ്രിയങ്ങളെ അടക്കിയെങ്കിൽ മാത്രമേ നമുക്ക് യോഗമാവാൻ പറ്റൂ, ഈശ്വരൻ ചേരാൻ പറ്റൂ. അതിന് മനസ്സും ഈ ഇന്ദ്രിയങ്ങളും എന്തൊക്കെയോ ആഗ്രഹങ്ങളാണ്. എൻ്റെ വിഷമം മാറണം ഭഗവാനെ, എനിക്കൊരു വീടില്ല, മനസ്സ് ഇതെല്ലാം ഇരുന്നും കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇത് ഭക്തി യോഗത്തെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്, മറ്റത് വേണ്ടെന്നല്ല. അതൊക്കെ ഒരു 10-60 വയസ്സിലെ ആഗ്രഹങ്ങളുടെ പുറകെ നടന്നാൽ മതി. ഈശ്വരനെ ആരാധിച്ചുകൊണ്ട് വേണ്ടുന്ന വിഷയമൊക്കെ ചോദിക്കാം. ഒരു പ്രായത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. പോകെ നമ്മൾ മോക്ഷത്തിലേക്ക് കടക്കണമെങ്കിൽ, ഈശ്വരങ്ങളിൽ ലയം പ്രാപിക്കണമെങ്കിൽ നമ്മളിതെല്ലാം വിട്ടുവീഴ്ച വേണം. ഇതിൻ്റെ പുറകെ പോയാൽ, ഈ ലോകത്തിൻ്റെ പുറകെ പോയാൽ യോഗം ചെയ്യാൻ പറ്റത്തില്ല. ഭക്തി യോഗം എന്ന് പറയുന്നത് എന്താണ്? ധ്യാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗമൊക്കെ ഇത് പറഞ്ഞേക്കുന്നത് സാക്ഷാത്കാരം നേടാനുള്ള വകുപ്പുകളാണ്. അതുകൊണ്ട് ഇങ്ങനെ സർവഭൂതങ്ങളെയും അങ്ങനെ കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് മറ്റുള്ള ആഗ്രഹങ്ങളെല്ലാം വിട്ടെങ്കിലേ പറ്റൂ. കിട്ടിയത് പോരാ ദുഃഖ ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഇന്ന കടം വീഴണം, അതിന് ദുരിതപ്പെട്ട് കിടക്കുന്ന മനസ്സിൽ നിന്ന് അതെല്ലാം അങ്ങനെ ഉള്ളവർക്ക് നടക്കത്തുമില്ല. അതെല്ലാം വിട്ട് നിൽക്കാൻ പറ്റത്തില്ല. കുറേയൊക്കെ ഈശ്വരനോട് അഭയം വരുമ്പോൾ നമുക്കിതെല്ലാം മാറി മാറി വരുത്തണം. നമ്മൾ അപ്പത്രത്തോളം ഈശ്വരനെ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറിയും വരും. പോകെ നമ്മൾ 60 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്കിത് വിട്ട് നിൽക്കാനും പറ്റും. ഈശ്വരൻ അതിൻ്റെ വകുപ്പുണ്ടാക്കി തരും. ഞാനും ഇതെല്ലാം കടന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലെന്നല്ല, എല്ലാം ഉണ്ട്, എല്ലാം വേണം. അങ്ങനെ അപ്പോഴും നമുക്ക് എന്ത് വരും? എല്ലാം ഭഗവാനായിട്ട് കാണാൻ പറ്റും.
വേറൊരു ചിന്തയും വരത്തില്ല. എൻ്റെ വേദന, എൻ്റെ വിശപ്പ് ഇതെല്ലാം മറ്റുള്ളവർ വരുമ്പോൾ അവരും ഉള്ള വിശപ്പ് എൻ്റെ വിശപ്പാണെന്ന് കാണാം, അവരുടെ ദുഃഖം എൻ്റെതായിട്ട് കാണാം. ഇത് ഇങ്ങനെ ഇങ്ങനെ മാറി മാറി സർവ്വത്തിനെയും പരമാത്മാവായ ഈശ്വരൻ്റെ കണ്ണുകൊണ്ട് സ്നേഹിക്കാൻ പറ്റും. നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റും. അതുകൊണ്ട് സർവ്വഭൂതങ്ങളെയും ഈശ്വരാത്മകമായിട്ട് ഔപാസിപ്പത് ഭക്തി യോഗമെന്നരുൾ ചെയ്തു. അപ്പം നമ്മൾ ആയിത്തീർന്നോ? ഇത് തീർന്നിട്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കൂ. ഇങ്ങനെ ചോദ്യോത്തരം 21 മംഗലൻ ഭഗവാനും ഉദ്ധവർത്താനുമായി. ഭഗവാനും ഉദ്ധവരോട് ഇതിനെ 21 ചോദ്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് ഇങ്ങനെ ഭഗവാനാൽ അനുശാസിതനായി മംഗലൻ ഉദ്ധവരും നമസ്കാരവും ചെയ്തു. ഇത്രയും ഗുരുശിഷ്യ ബന്ധം ഭഗവാനുമായിട്ടുള്ള ഉദ്ധവരുമായിട്ടുള്ള എന്തൊരു ആത്മബന്ധം! ഭഗവാൻ അതാണ് നമ്മുടെ സംബന്ധം. നമുക്ക് ഈ ദേഹത്തിനൊന്ന് ചോദിച്ചില്ലേ, നമുക്ക് പരമാത്മാവായ പരമ്പൊരുളായിരിക്കുന്ന ഈശ്വരൻ കൃഷ്ണനും ഈ ഞാനുമായിട്ടുള്ള ഈ ഒരു സംബന്ധമാണ്. അതാണ് അനുശാസിതനായി മംഗലൻ ഉദ്ധവരും ഇങ്ങനെ നമസ്കാരം ചെയ്തു ഭഗവാനായിട്ട് ലയം പ്രാപിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഭഗവതാജ്ഞയാലേ ഭക്തനാം ഉദ്ധവരും ഭഗവത് ധ്യാനത്തോടും ബദര്യാശ്രമം പൊക്ക് തപസ് ചെയ്തു ഭഗവത് പാദാംബുജയെ ചേർന്നാൻ. അപ്പോൾ ഈ ചോദ്യ ഉത്തരങ്ങളായെന്നും പറഞ്ഞാൽ ആയില്ല, ഇത് പ്രവൃത്തിയിൽ വരണം. ഇത് മനസ്സിലായി കൊടുത്ത് ഇങ്ങനെ ആയി വാ, നീ ഇവിടെ സഞ്ചരിക്കൂ, ഭഗവാന്റെ കൂടെ എന്നെ കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിറവേറ്റു. അതിന് ഈ ലോകത്ത് തന്നെ നിന്നും കൊണ്ട് ഇതൊക്കെ ചെയ്ത് ഇതായി തീർന്നിട്ടേ നമുക്ക് അവിടേക്ക് ചെല്ലാൻ പറ്റൂ. അല്ലാതെ ഈ ചോദ്യോത്തരങ്ങളെ കൊടുത്തെന്നും പറഞ്ഞ് ഉദ്ധവരതങ്ങനെ ആയില്ല. ഇനി അദ്ദേഹം തപസ് ചെയ്ത് കണ്ടോ, ഇങ്ങനെ ഭഗവാനാൽ അനുശാസിതനായി മംഗലൻ ഉദ്ധവരും നമസ്കാരവും ചെയ്ത് ഒരു ഗുരുവിനോട് അത്രമാത്രം ആത്മാർത്ഥ ഈശ്വരനും അദ്ദേഹം അത്രമാത്രം ഒരു ബന്ധപ്പെട്ടിട്ട് ഭഗവതാജ്ഞയാലേ ഭഗവാന്റെ ആജ്ഞപ്രകാരം എന്ത് ചെയ്തു? ഭക്തനാ ഉദ്ധവരും ഭഗവത് ധ്യാനത്തോടും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് തന്നെ ബദര്യാശ്രമം ആ ഗുരുവിനെ ആ കൃഷ്ണനെ ഉള്ളത്തിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം ബദര്യാശ്രമത്തിൽ പോയി. എന്നിട്ട് എന്ത് ചെയ്തു? തപസ്സു ചെയ്തു. ഈ തപസ്സിൽ കൂടി ഇതൊക്കെ ആയി വരണം. ഈ സർവ്വഭൂതങ്ങളെയും എല്ലാം ഏകമായി കാണാനൊക്കെ വെറുതെ ഒറ്റയടിക്ക് അങ്ങ് ആയി വരുന്നൊരു കാര്യമല്ല. ഈ കൊടുത്ത ഉപദേശങ്ങളെല്ലാം ആയി എടുക്കണമെങ്കിൽ കുറച്ച് നാൾ പിടിക്കും. തപസ്സിൽ കൂടി സഞ്ചാരത്തിൽ കൂടി ഇതൊക്കെ കണ്ടും കേട്ടും കല്ലും മുള്ളും നിറഞ്ഞ ഈ ദുരിതമാകുന്ന ഈ സംസാരത്തിൽ കൂടി ഇത് കടന്നു പോയിട്ടേ നമുക്കത് കിട്ടൂ. അല്ലാതെ പെട്ടെന്ന് കിട്ടണമെങ്കിൽ കഴിഞ്ഞ ജന്മത്തെ ചെയ്തു വച്ചേക്കണം. അതുകൊണ്ട് ഭഗവത് ബദര്യാശ്രമം ബുക്ക് തപസ്സു ചെയ്ത് ഭഗവത് പാദ അംബുജയെ ചേർന്ന്. അപ്പോൾ എന്ത് വന്ന്? ഭഗവാന്റെ പാദത്തിൽ ചേർന്നു എന്നാണ്. അപ്പോൾ എന്താ? അദ്ദേഹം അതായി തീർന്നു. നമ്മളും അങ്ങനെ ആയി തീരണം. തപസ് ചെയ്യണം. വീട്ടിൽ തന്നെ തപസ് ചെയ്താൽ മതി. ഇത് പ്രവൃത്തി കൊണ്ടുവന്നാൽ മതി. അതാ തപസ്. നമുക്ക് ചിലപ്പം പലരുടെ കയ്യിൽ നിന്നും ചിലപ്പം വേണ്ടാത്ത കേൾക്കേണ്ടി വരും, പല വിഷമങ്ങളുണ്ടായി വരും. ഇതിലെല്ലാം തരണം ചെയ്യണം. അഭിമാനത്തെ പോകാൻ ഭഗവാൻ ചിലപ്പോൾ നാണം കെടുന്ന രീതിയിൽ നമ്മുടെ കുടുംബത്ത് വന്ന് എന്തെല്ലാം നാണക്കേട് വരും, അതെല്ലാം സഹിക്കണം. എല്ലാ ദുഃഖങ്ങളും സഹിച്ചും മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ട് സഹിച്ചും നാണക്കേട് തോന്നാതെ അഭിമാനം വിട്ട് മാറി എല്ലാം കൊണ്ടും ഒരു ഉത്തമനോ ഉത്തമയോ ആയി ഒരു പ്രത്യേക ഒരു ഭക്തനായി മാറുമ്പോഴാണ് നമുക്കും ഭഗവാന്റെ പാദത്തിൽ ചേരാം. അപ്പോൾ ഭഗവത് പാദാംബുജയെ ചേർന്ന് ഉദ്ധവര്. താപസവരന്മാരെ കേട്ടുകൊള്ളുവിൻ ശേഷം. എൻ്റെ ഭക്തമക്കളെ, നിങ്ങൾ ഇനി ബാക്കി കേൾക്കൂ. ദുർനിമിത്തങ്ങൾ തീർപ്പാൻ യാദവ വീരന്മാരും ചെന്നിതു പ്രഭാസ തീർത്ഥാന്തികെ സ്നാനത്തിനായി. ഇത്രയും ഉപദേശം കൊടുത്തപ്പോൾ അവിടെ എന്ത് ദുർനിമിത്തങ്ങൾ കാണുന്നു? ഭഗവാൻ പെട്ടെന്ന് തന്നെ ഇത്രയും ഭഗവാന്റെ ഈ ഉദ്ധവർക്കെല്ലാം കൊടുത്തു. കാരണം ഈ ദുർനിമിത്തങ്ങൾ ഇങ്ങനെയെല്ലാം എന്താ പറയുക, ഭഗവാന്റെ തന്നെ മക്കളായിട്ട് കുറേ പേരുണ്ടല്ലോ, ഭഗവത് പുത്രന്മാർ. അവരൊക്കെ വേണ്ടാത്ത അഹങ്കാരങ്ങളൊക്കെ കാണിച്ച് മുനിമാരെ നിന്ന് ശാപങ്ങളൊക്കെ കേട്ടിരിക്കുക. ഭഗവാന്റെ തന്നെ മനസ്സിൻ്റെ ഇംഗിതം പോലെ തന്നെയാണ് നടക്കുന്നത്. എങ്ങനെ ഇവിടെ ഇതൊക്കെ നശിപ്പിച്ചിട്ട് പോകണം? എന്താ ഈ ദുഷ്ടത്തരങ്ങൾ? അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പ് ഭഗവാനും രാമനും ഒക്കെ തയ്യാറെടുത്തിരിക്കുക. ഇതിനെപ്പറ്റി പറഞ്ഞും കേട്ടും വന്നപ്പോഴാണല്ലോ ഉദ്ധവർക്കത് മനസ്സിലായി, ഞാൻ എന്നെ കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞത്. ഇനി അപ്പോൾ ഉപദേശങ്ങളെല്ലാം കൊടുത്തപ്പോൾ അവിടുത്തെ ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി. ദുർനിമിത്തങ്ങൾ തീർപ്പാൻ എന്ത് ചെയ്തു? അതിന് യാദവ വീരന്മാരും ചെന്നിതു. എവിടെ പോയി? പ്രഭാസ തീർത്ഥാന്തികെ സ്നാനത്തിനായി. നമ്മൾ കുളിച്ചു തൊഴാൻ, നമുക്ക് ഇപ്പം കുടുംബത്തോട് ദോഷമുണ്ട്, നമുക്കൊരു കുടുംബത്തെ എവിടെയും പോയി കുളിച്ചു തൊഴണം. നമ്മൾ അങ്ങനെ പല
സ്ഥലങ്ങളിലും തീർത്ഥാടനത്തിന് പോകുന്നത് പോലെ ഭഗവാൻ പറഞ്ഞു, ഈ ദുർനിമിത്തങ്ങൾ തീർപ്പാൻ പ്രഭാസ തീർത്ഥത്തിൽ പോയി സ്നാനം ചെയ്യണം. സ്നാനകർമ്മങ്ങൾ ചെയ്തു ബ്രാഹ്മണ ശാപത്തിനാൽ അന്യോന്യം മദ്യം സേവിച്ച് അന്ധരായി രണം ചെയ്താർ. അവിടെ ചെന്നവൻ എന്ത് ചെയ്തു? ഈ സ്നാനകർമ്മങ്ങൾ ചെയ്തിട്ട് ബ്രാഹ്മണന്റെ ശാപം ഉണ്ടായിരുന്നല്ലോ. അതായത് സാമ്പന് ഗർഭിണി വേഷം കെട്ടി ചോദിച്ചല്ലോ, ഇവൻ പ്രസവിക്കുന്ന പെണ്ണോ ആണോ എന്ന് ചോദിച്ചപ്പം ഇരുമ്പുലൊക്കെ ആണല്ലോ പ്രസവിച്ചത്, അപ്പം അതിൻ്റെ ശാപമാണല്ലോ കിട്ടിയത്. എന്നിട്ട് ആ കുലം മൊത്തം യാദവകുലം മൊത്തം നശിക്കണമെന്നൊക്കെ ശപിച്ചേക്കുമല്ലയോ. അതുകൊണ്ട് ആ ശാപത്തിനാൽ അന്യോന്യം എന്ത് വന്നു? മദ്യം സേവിച്ചു. ഒത്തിരി അംഗങ്ങളുണ്ട്, എല്ലാം കൂടെ ഒരുപാട് പേര് എല്ലാം കൂടെ അങ്ങ് തകർത്ത് അഹങ്കാരികളായി മദ്യമൊക്കെ സേവിച്ച് അന്ധരായി രണം ചെയ്തു. അന്ധരെന്ന് വെച്ചാൽ കണ്ണ് കാണാൻ വയ്യാതെ അന്ധത പിടിച്ച് മദ്യം കുടിച്ച് വിവരമുണ്ടോ? ഒരുപാട് കുട്ടികളും അവിടെ എല്ലാം ഒരുപാടങ്ങ് ആയി. ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ അവിടെ അന്ധന്മാരായിപ്പോയി. ഈ പറഞ്ഞ ഉദ്ധവർക്ക് കൊടുത്ത ഉപദേശമൊന്നും ഈ കുട്ടികളോ ഒക്കെ ഇപ്പം നമ്മുടെ മക്കൾ കേൾക്കുമോ? ഇപ്പം ഞാനൊരു ഉദ്ധവരോ അല്ലെങ്കിൽ ഒരു ഭഗവാൻ കൃഷ്ണൻ തന്നെ നേരിട്ടൊന്ന് പറഞ്ഞ മക്കളൊക്കെ കേൾക്കണമെന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഭക്തൻ ഇപ്പം തന്നെ ഇത്രയും വായിച്ച് മനസ്സിലാക്കുന്നു. ഇതിൽ എത്ര ഭക്തന്മാരത് കേൾക്കുന്നു? 10ഓ 100ഓ അല്ലെങ്കിൽ 50ഓ അല്ലെങ്കിൽ 30ഓ ഇങ്ങനെയൊക്കെയല്ലേ? എന്താ കാരണം? ഇത് എല്ലാവർക്കും ദഹിക്കത്തില്ല. ഈ ലോകത്തിൻ്റെ സുഖം പ്രാപിച്ച് വെള്ളം അടിച്ച് മദ്യപിച്ച് മയക്കുമരുന്ന് കുടിച്ച് അല്ലെങ്കിൽ അറിവില്ലാത്ത കുറേ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അങ്ങനെ പോയി അന്ധനായിട്ട് കിടക്കുമ്പോൾ ഇതെങ്ങനെ കേൾക്കും? ഇത് അവരുടെ ഉള്ളത്തിലേക്ക് യൂട്യൂബ് തുറന്ന് വെക്കത്തില്ല. വെച്ചാൽ അവർ കോമഡി കാണത്തേ ഉള്ളൂ, മറ്റ് കഥകൾ കേൾക്കത്തേ ഉള്ളൂ. ഇത് കേൾക്കാൻ കുറച്ച് പേർക്ക് ഈശ്വരൻ അനുവാദം കൊടുത്തുള്ളൂ. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നത് പോലെ, കർത്താവ് പറഞ്ഞതുപോലെ ആരെങ്കിലും എവിടെയെങ്കിലും കേൾക്കുന്നുണ്ട്, അത് ഗ്രഹിക്കുന്നുണ്ട്, കേട്ടിട്ട് ഗ്രഹിക്കും, അല്ലാത്തൊരു കളയും. അപ്പോൾ അന്യോന്യം മദ്യം സേവിച്ച് അന്ധരായി യുദ്ധം ചെയ്തു രണം ചെയ്താർ. തങ്ങളിൽ എല്ലാം നശിച്ചിടിനോരനന്തരം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിയ സ്വന്തം ബന്ധം നോക്കാതെ എല്ലാം ഒരു കുടുംബക്കാരാണ്. യാദവകുലം ഉള്ള എല്ലാ അവിടെ ഉള്ളവരാ. എല്ലാവരുടെ ചെന്ന് അവിടെ ആ കുലം മൊത്തം മുടിക്കണമെന്ന് അതിൽ ബന്ധക്കാരും സ്വന്തക്കാരും മക്കളും എല്ലാവരും കാണും. അവരെല്ലാം തങ്ങളി അങ്ങനെ അടി തുടങ്ങി. അങ്ങനെ രണം ചെയ്ത് നശിച്ചിടിനോരനന്തരം എല്ലാവരും നശിച്ചിട്ട് എന്തു ചെയ്യുന്നു? മംഗല സമുദ്ര തീരത്തെങ്കിൽ യോഗസ്ഥനായിരുന്നു ബലഭദ്രൻ. തന്നുടെ യോഗ ബലാൽ ഹരിച്ചു ദേഹം തൻ്റെ കാരണേ ചേർന്നുകൊണ്ടാൻ. അങ്ങനെ തങ്ങളെ മറ്റുള്ളവരെല്ലാവരും യുദ്ധം ചെയ്ത് തങ്ങൾ നശിച്ചു. കുറേ എല്ലാവരും നശിച്ചപ്പോൾ അനന്തരന് ശേഷം മംഗല സമുദ്ര തീരത്തെങ്കിൽ ആ സമുദ്രത്തിൻ്റെ തീരത്ത് യോഗസ്ഥനായി ധ്യാനിച്ചു കൊണ്ടിരുന്നു ആരാ? ബലഭദ്രൻ, ഭഗവാന്റെ ജ്യേഷ്ഠൻ. എന്നിട്ട് തന്നോട് യോഗ ബലാൽ ബലരാമൻ്റെ യോഗ ബലം കൊണ്ട് ഹരിച്ചു ദേഹം അവിടെ എന്ത് പറഞ്ഞു? ദേഹത്തെ ഹരിച്ചു, സമാധിയായി. അങ്ങനെ ഹരിച്ചു ഇല്ലാതാക്കി, ദേഹത്തെ നശിപ്പിച്ചു കളഞ്ഞു. ഹരിക്കുക ഇല്ലാതാക്കുക. ഹരിച്ചു ദേഹം തൻ്റെ കാരണേ ചേർന്നുകൊണ്ട്. എന്താണ് ബലരാമൻ്റെ കാരണമൂലം? ശേഷൻ, അനന്തൻ. ഭഗവാന്റെ മെത്തയായി കിടക്കുന്ന പാമ്പാകുന്ന ആ സർപ്പം, അതിന് അനന്തനെന്നോ ശേഷനെന്നോ പറയാം. അതിൻ്റെ ജീവനാണ് ഈ ബലരാമൻ. അതുകൊണ്ട് ബലരാമൻ അവിടെ ചേർന്നു, ആ കാരണത്തിൽ ചെന്ന് ചേർന്നു. ഏവമെല്ലാമേ കണ്ടു മാധവൻ. ഭഗവാൻ ഇതെല്ലാം കണ്ടു. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും രണം ചെയ്തു എല്ലാവരും തങ്ങളെ നശിച്ചതും പ്രഭാസതീർത്ഥ സ്നാനത്തിന് പോയ സമയത്ത് ചെയ്ത പരിപാടിയാണ്. എല്ലാം നശിക്കുകയൊക്കെ ചെയ്തിട്ട് ബലരാമൻ ഈ യോഗനിദ്രയിൽ യോഗ ബലത്താൽ ദേഹത്തെ നശിപ്പിച്ചതും ഹരിച്ചതും പിന്നെ ഇതെല്ലാം കണ്ടപ്പോൾ ഭഗവാൻ മാധവൻ എന്ത് ചെയ്തു? ദേഹത്യാഗം ചെയ്വതിന് ഭഗവാനും എന്ത് ചെയ്തു? ഭഗവാൻ നാരായണൻ കൃഷ്ണൻ ഭഗവാനും ദേഹം ത്യജിക്കാൻ വേണ്ടി ചെയ്വതിന് അരയാലൻ കീഴേ ചെന്നിരുന്നിട്ട് തൃക്കൈകൾ 4 മറ്റു വൈഷ്ണവ വേഷത്തോടും ഭഗവാന്റെ വിശ്വരൂപത്തിൽ കൂടെ 4 കൈകളോടും കൂടി ഒരു പ്രത്യേക ഭഗവാന്. അങ്ങനെ ഭഗവാൻ ചെന്ന അരയാലൻ കീഴിൽ, കാരണം ബലരാമനും പോയി, ഭഗവാന്റെ സമയം അടുത്തു, ഭഗവാന് സ്വർഗാരോഹണം സമയമായി. അപ്പോഴെന്ത് വന്നു? അരയാലിൻ കീഴേ ഭഗവാൻ മാധവൻ ദേഹത്യാഗത്തിന് വേണ്ടി ചെന്നിരുന്നിട്ട് തൃക്കൈകൾ 4 മറ്റു വൈഷ്ണവ വേഷത്തോടും. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വേഷമാണത്, വൈഷ്ണവ വേഷത്തോടും അർക്ക തേജസ്സേ വെല്ലും. ഭഗവാൻ അർക്കൻ്റെ സൂര്യൻ്റെ തേജസ്സിനെ വെല്ലുമെന്ന് വെച്ചാൽ അതുക്കും മേലെ
1,000 സൂര്യൻ ഉദിച്ച ആ പ്രഭയോടുകൂടി ഭഗവാൻ അത് അർക്കൻ്റെ തേജസ്സിനെ വെല്ലുക എന്ന് പറഞ്ഞാൽ ഒരു സൂര്യനല്ലെന്ന് എൻ്റെ അർത്ഥം. ഒരുപാട് സൂര്യൻ്റെ പ്രകാശം തേജസ്സിനെ ആയിട്ട് ശോഭയാ യോഗസ്ഥനായി. അത്ര ശോഭയോടുകൂടി ഭഗവാൻ 4 കൈകളോടും കൂടി അരയാലിൻ്റെ കീഴിൽ ചെന്ന് യോഗസ്ഥനായി ഇരിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ഇരിക്കും നേരം ഇരുമ്പുലക്ക തൻ്റെ ശേഷാൽ, അതായത് ഇരുമ്പുലക്ക പ്രസവിച്ച സാമ്പൻ പ്രസവിച്ച ഇരുമ്പുലക്ക രാഗി അതിൻ്റെ ചോർണമെല്ലാം കടലിൽ കലക്കിയപ്പോൾ അത് എയ്യാമ്പുല്ലായി ഇങ്ങനെ തിരമാലടിച്ച് കരയ്ക്ക് വന്ന് ഈ ചൂർണം, അതായത് ഇരുമ്പുലൊക്കെയാണ്, പക്ഷെ അതിങ്ങനെ ഉരസി രാഗി എന്ന് പറയും, രാഗി അല്ല ഉരസി പൊടിയെല്ലാം കൊണ്ട് കലക്കി കടലിലായപ്പോൾ അത് തിരയടിച്ച് കരകളിൽ വന്ന് ഈയാമ്പുല്ലായി കിളിച്ചു വന്നു. അത് അസ്ത്രത്തിൻ്റെ ഈ അമ്പിനേക്കാളും കൂർത്ത ഇരുമ്പിൻ്റെ വിത്തല്ലേ, അപ്പോൾ അത്രയും ശക്തിയുള്ളതാണ്. അതൊക്കെ ശാപം കൊണ്ട്, മുനിശാപം കൊണ്ട് വരുന്നതാണ്. അത് ശക്തിയേറിയ ആ ഇരുമ്പിൻ്റെ ഉലക്കൊണ്ട് കിളിച്ചതിനെ ബാക്കി രാഗി വന്നപ്പോൾ അതിനെ കുറച്ച് ശേഷിച്ച്, എല്ലാം പിടിച്ച് രാകാൻ പറ്റില്ല, കുറച്ച് വന്നപ്പോൾ അതിനകത്ത് കടലിലോട്ടങ്ങ് എറിഞ്ഞ് ശേഷിച്ച ബാക്കി ഈ ഇരുമ്പുലക്കട അറ്റം അതെന്ത് ചെയ്തു? ഇരിക്കും നേരം ഭഗവാൻ അങ്ങനെ ഇരുന്നപ്പോൾ ഇരുമ്പുലക്കത്തിൻ്റെ ശേഷാൽ ശരവും കൈക്കൊണ്ടിട്ട് വരുന്ന കാട്ടാളൻ ആ ഇരുമ്പുലക്കയുടെ ബാക്കി അറ്റം അത് കടലിലെറിയുമ്പോൾ അത് മത്സ്യം വിഴുങ്ങി, അത് മത്സ്യം പിടിക്കുന്ന മുക്കുവന് കിട്ടി. മുക്കുവൻ കൊണ്ടുവന്ന് ഇരുമ്പ് കണ്ടവർ കാട്ടളന് കൊടുത്ത് അങ്ങോട്ട് അമ്പ്, അങ്ങനെ ഇതൊക്കെ പറയും, ഇത് വായിക്കും. അതാണ് ആ അമ്പ്, ഈ കാട്ടളൻ്റെ അമ്പ്, ആ ശരം ഈ ഇരുമ്പുലക്കയുടെ ബാക്കി ശേഷിച്ച ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ശാപം ഭഗവാനും യാദവംശത്തിലുള്ളത് കൊണ്ട് മറ്റുള്ളവർ മാത്രം രണം ചെയ്തത് ഈ ശരമെല്ലാം ഈ എന്തുവൻ്റെ പേര് ഈ അമ്പുകളായിരുന്നു, കിളിച്ചെന്ന അതിൻ്റെ പേരെന്തോ ആ പുല്ലിൻ്റെ അസ്ത്രങ്ങളായിരുന്നു. അപ്പോൾ അവർക്ക് മാത്രം പോരല്ലോ, ഭഗവാനും അവിടെ ഉള്ള ശാപം കിട്ടുമ്പോൾ ആ കുടുംബം മൊത്തവും പോണ്ടേ. അതിന് ഭഗവാനും അങ്ങനെ ഒരു കർമ്മവും കിടക്കുന്നുണ്ട്. ഈ കാട്ടളൻ്റെ അമ്പാൽ പോകണമെന്നുണ്ട്. ഭഗവാൻ യോഗസ്ഥനായിട്ട് ഇരുന്നും കൊണ്ട് അതെല്ലാം മനനം ചെയ്ത് ഇതൊക്കെ സംഭവിക്കണം നേരത്തെ കണ്ടിട്ട് തന്നെയാണ് അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്ന സമയത്ത് ഇരുമ്പുലക്ക തൻ്റെ ശേഷാൽ ശരവും, അങ്ങനെ ആ ഇരുമ്പുലക്കട അറ്റം കൊണ്ട് ശരം തീർത്ത് അത് കൈക്കൊണ്ടിട്ട് വരുന്ന കാട്ടാളൻ, ആ കാട്ടാളൻ്റെ കയ്യിലെ അമ്പ് അതാണ്. അങ്ങനെ കാട്ടാളനും ഭഗവത് ഇച്ഛയാലേ ഭഗവത് പാദം കണ്ട് മൃഗമെന്നോർത്ത് ശരമയച്ചത് നേരം. അങ്ങനെ ഭഗവാനെ കണ്ടപ്പോൾ എന്ത് തോന്നി അദ്ദേഹത്തിന്? മൃഗമാണെന്ന്, ഈ മാനിനെ പോലെ കണ്ട് പാദം ഇങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹം തോന്നിപ്പോയി. അതെല്ലാം ഭഗവാന്റെ ഇച്ഛ. അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി ഇത് മൃഗമാണ്, അയാൾ അമ്പ് എടുത്ത ഒരു മൃഗമെന്ന് ഓർത്തിട്ടാണ്. ഭഗവാന്റെ 4 കൈകളൊക്കെ കാണുമ്പോൾ മാനിൻ്റെ കൊമ്പുകളൊക്കെ തോന്നിക്കാണും. അങ്ങനെ പാദം എല്ലാം വൃത്തിയാണം കാണില്ലല്ലോ, കാട്ടളം ദൂരെ നിന്നല്ലേ അയക്കുന്നത്. അപ്പോൾ മൃഗമെന്നോർത്ത് ശരം അയച്ചത് അത് നേരം ജഗദീപതി പദം തങ്ങൾ ചേർത്തത് ബാണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബാണം ഭഗവാന്റെ പാദം, ജഗദീപതി പദം തങ്ങൾ ചേർത്തത് ഭഗവാന്റെ പാദത്തിൽ തന്നെ, കാലിൻ്റെ പാദത്തിൽ തന്നെ വന്ന് ചേർന്ന് ബാണം. ജഗൽക്കാരണൻ മായാമയത്വം ആർക്കറിയാം, ഭഗവാന്റെ മായ ആർക്കറിയാം. ഭഗവാൻ ഇതൊക്കെ വലിയ കാര്യകാരണങ്ങളെല്ലാം നേരത്തെ കൂട്ടി മനസ്സിലാക്കി ചെയ്തത്. എന്നും ഭഗവാൻ ഭൂമിയിൽ ജീവിക്കാൻ വന്നതല്ലല്ലോ. ഇങ്ങനെയുള്ള ദുഷ്ടന്മാർ അത് ഏത് രീതിയിലായാലും മമതയില്ലല്ലോ. ഭഗവാന്റേതെന്നോ മറ്റേതെന്നുള്ള ചിന്തയില്ല. കാരണം എന്താ, ഒരു ഗുണത്തിലും ചേർന്ന് നിൽക്കുന്ന ആളല്ല. അവിടെ സത്വവും രജസ്സെല്ലാം അതീതനായ, അതൊക്കെല്ലാം മേലെ നിർഗുണാവസ്ഥയിലുള്ള പരമാത്മാവാണ് കൃഷ്ണൻ. അവിടെ എൻ്റേതെന്നോ മറ്റേതെന്നോ അത് നീ ഇത് നീ എന്നുള്ള ചിന്തയില്ല. ആര് ദുഷ്ടത്തരം കാണിച്ചാലും ഭഗവാൻ ഇതെല്ലാം തീർക്കാൻ തന്നെ വന്നതാണ്. അതുകൊണ്ട് ഭഗവാന്റെ ജോലി തീർത്ത് ഭഗവാൻ പോകണം. നമുക്കിനിയും അടുത്ത ബാക്കി വായിക്കാം മക്കളെ, സമയം ഒത്തിരി പോയി. എല്ലാവർക്കും നമസ്കാരം. ഹരിവോം ഹരിവോം ഹരിവോം.